കോഴിക്കോട് നിന്നും ബെൻസൺ ബാബു കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. ബെൻസൺ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം മലബാർ ഭാഗത്തു നിന്നും വളരെയധികം തരത്തിലുള്ള ഇത്തരം വാർത്തകളാണ് കേൾക്കുന്നത്. ഓരോ ദിവസവും 100 ഗ്രാം MDMA പിടികൂടി എന്നുള്ള തരത്തിൽ ഒക്കെയുള്ള വാർത്തകളെല്ലാം കേൾക്കുന്നുണ്ട്. പലതരത്തിലുള്ള ലഹരി മരുന്നുകൾ ആളുകളിൽ നിന്നും പിടികൂടി എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കോഴിക്കോട്, താമരശ്ശേരി ഭാഗങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് ഈ മലബാർ ഭാഗത്ത് ഏത് രീതിയിലാണ് ഈ ഒരു ലഹരി വ്യാപനം ഇത്രയധികം കൂടിയിരിക്കുന്നത്? അത് തടയാനുള്ള മാർഗങ്ങൾ ഒക്കെ ഏത് രീതിയിലാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത്? സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറെ കാലയളവിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 2 മാസത്തെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ രാസലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ രാസലഹരി പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത്, അത്തരത്തിലുള്ള കേസുകൾ ഫയൽ ചെയ്യുന്നതിന്റെ എണ്ണം വ്യാപകമായി വർദ്ധിച്ചിട്ടുണ്ട്. പല സ്റ്റേഷനുകളിലും വ്യാപകമായി വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കോഴിക്കോട് നഗരപരിധിയിലെ സ്റ്റേഷനുകളിൽ, അതോടൊപ്പം തന്നെ താമരശ്ശേരി ഭാഗത്തെ സ്റ്റേഷനുകളിലെല്ലാം തന്നെ ഈ രാസലഹരികൾ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് ഉപയോഗിച്ച് ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ വ്യാപകമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് നമുക്കറിയാം താമരശ്ശേരിയിൽ ഇത്തരത്തിൽ രാസലഹരിയുടെ മൂർധന്യാവസ്ഥയിൽ സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തിയ ഒരു ആഷിഖ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ യുവാവിന്റെ വാർത്ത നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ യുവാക്കൾക്കിടയിൽ രാസലഹരിയുടേതുൾപ്പെടെ വ്യാപനം എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ വാർത്തകളെല്ലാം തന്നെ. അതിന് സമാനമായിട്ടുള്ള രീതിയിൽ കൊലപാതകത്തിലേക്ക് കടന്നില്ലെങ്കിൽ പോലും കുടുംബങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ രാസലഹരി വ്യാപിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ കുറെ നാളുകളിലെ കണക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പ്രധാനമായും ഇത്തരത്തിൽ ബാംഗ്ലൂർ ഭാഗത്തു നിന്നാണ് ഈ വടക്കൻ കേരളത്തിന്റെ ഭാഗങ്ങളിലേക്ക് ഇത്തരത്തിൽ ഈ രാസലഹരി ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള ലഹരികളുണ്ട്. ഇപ്പോൾ MDMA, ഹൈബ്രിഡ് കഞ്ചാവ്, അത്തരത്തിൽ ഹെറോയിൻ, സഹിൻ സൂചിപ്പിച്ചതുപോലെയുള്ള പലതരത്തിലുള്ള ലഹരികൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഈ ആളുകൾക്ക് കൃത്യമായി നമുക്കറിയാം ഈ മദ്യം വിൽക്കുന്നതിന് പോലും അല്ലെങ്കിൽ വാങ്ങുന്നതിന് പോലും ഈ ബിവറേജുകളിൽ ഉൾപ്പെടെ പ്രായപരിധിയുണ്ട്. എന്നാൽ ഏറ്റവും വില കൂടിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തലയ്ക്ക് പിടിക്കുന്ന ഇത്തരത്തിൽ ഉന്മാദ അവസ്ഥയിൽ എത്തിക്കുന്ന വില കൂടിയ നിയമവിരുദ്ധമായി വിൽക്കുന്ന ഈ രാസലഹരി ഉൾപ്പെടെ ലഭിക്കാൻ അത്രത്തോളം ബുദ്ധിമുട്ടില്ല എന്നതാണ് ഇപ്പോൾ നിലവിൽ സത്യം. കാരണം എളുപ്പത്തിൽ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് ഇത് എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ബാംഗ്ലൂർ ഭാഗത്തു നിന്നുമാണ് കൂടുതലായും ഈ രാസലഹരി ഈ വടക്കൻ കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് കോഴിക്കോട്, വയനാട് അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. ഈ കോഴിക്കോട് താമരശ്ശേരി ഭാഗത്ത് ഈ വയനാട്ടിൽ നിന്നും വരുമ്പോൾ താമരശ്ശേരി ചുരം ഇറങ്ങി വരുന്ന അടിവാരം ഭാഗത്ത് ഇതിനായി പ്രത്യേകം കേന്ദ്രീകരിച്ച ഇടങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകം ഈ സാധനങ്ങൾ ഈ ഇത്തരത്തിൽ എത്തിക്കുന്ന രാസലഹരി പല രൂപത്തിൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള അതിന് സജ്ജരായിട്ടുള്ള യുവാക്കൾ ഉണ്ടാകുന്നു. അങ്ങനെ വലിയ രീതിയിൽ വലിയ റാക്കറ്റായി ആളുകൾ പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഇത്തരത്തിൽ ഈ ആഷിഖിന്റെ, അതായത് മാതാവിനെ കൊലപ്പെടുത്തിയ ആഷിഖിന്റെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലെ ആളുകളുമായി സംസാരിക്കുമ്പോഴാണ്, അവിടുത്തെ ഒരു പൊതുപ്രവർത്തകനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അതായത് ഈ രാസലഹരി ഈ ആളുകളിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിലാണ്. ഒരു ഏജന്റ് ഉണ്ടാകും, അയാൾക്ക് നമ്മൾ പൈസ കൊടുക്കുന്നു, ഈ ആവശ്യക്കാർ അയാൾക്ക് പൈസ കൊടുക്കുന്നു. അയാൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ സാധനം എന്താണോ, ഇപ്പോൾ MDMA ആയിരിക്കാം, അല്ലെങ്കിൽ കഞ്ചാവായിരിക്കാം, ഈ ഹൈബ്രിഡ് കഞ്ചാവായിരിക്കാം, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ആയിരിക്കാം. ഈ സാധനം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കുന്നു, അല്ലെങ്കിൽ ഒരു പൊതുയിടത്തിൽ തന്നെയായിരിക്കും, ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലത്ത് വെക്കുന്നു. അത് എവിടെയാണ് വെച്ചത് എന്നതിനെ പറ്റിയുള്ള ഒരു ഫോട്ടോ എടുത്ത് ഇയാൾക്ക് അയച്ചു കൊടുക്കുന്നു. ഇയാൾ പോയത് എടുക്കുന്നു, ഓൺലൈനായി പണം അടയ്ക്കുന്നു. അങ്ങനെ നേരിട്ട് ബന്ധപ്പെടാതെ ഈ ഓൺലൈനായി ഈ ടെലഗ്രാം അടക്കമുള്ള ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ഈ ലഹരി വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്ന വലിയ ശൃംഖലയായി ഇവർ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലഹരി ഉപയോഗം നടക്കുന്ന പ്രദേശത്തേക്ക് പോലീസ് അല്ലെങ്കിൽ എക്സൈസ് അടക്കമുള്ള സംഘങ്ങൾ പരിശോധനയ്ക്കായി എത്തുമ്പോൾ അത് വിളിച്ചു പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പരിശോധനയ്ക്കായി ആളുകൾ വരുന്നുണ്ട് എന്ന് അറിയിക്കാനായി പ്രത്യേകം സജ്ജമാക്കിയ ആളുകൾ ഉണ്ടാകുന്നു. പ്രത്യേകം സജ്ജമാക്കി ഇപ്പം ചില കടകളിൽ ആളുകളെ ഏൽപ്പിക്കുന്നു, ചില പെട്ടിക്കടകളിൽ ആളുകളെ ഏൽപ്പിക്കുന്ന പോലീസ് വണ്ടി വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. അങ്ങനെ ഈ രീതിയിലെല്ലാം തന്നെ വലിയ ശൃംഖലയായി, വലിയ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഒരു സംഘമായി ഈ ലഹരി സംഘം മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇത് വ്യാപകമായി തന്നെ വളർന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ. നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രമാണ്, 18 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രമായിരിക്കും ഈ ലഹരി വ്യാപനം അത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നത്. എന്നാൽ കണക്കുകൾ അതല്ല പറയുന്നത്. 18 വയസ്സിൽ താഴെയുള്ള, 16 വയസ്സിനും 15 വയസ്സും മാത്രമുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ പോലും വലിയ രീതിയിൽ ലഹരി വ്യാപിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകളും പുറത്തു വരുന്ന സംഭവങ്ങളും. ഈ വീടുകളിലും സ്കൂളുകളിലും അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലും എല്ലാം തന്നെ ലഹരി ഉപയോഗിച്ച് വലിയ രീതിയിൽ അക്രമങ്ങൾ ഉണ്ടാക്കുന്നു, വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന വിദ്യാർത്ഥികളെ, യുവാക്കളെ, ചെറിയ കുട്ടികളെ അടക്കം നമ്മൾക്കിപ്പോൾ ഈ പൊതു ഇടങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അതെല്ലാം ഈ പലപ്പോഴും ഈ മാതാപിതാക്കൾ ഇത് അറിഞ്ഞിട്ടും പുറത്തു പറയാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അതൊരു വലിയ നാണക്കേടായി മാറും. തങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നാണക്കേടായി മാറുമെന്ന് വിചാരിച്ചത് പുറത്തു പറയാതെ അവർ സ്വയം ഇതിനെ ചികിത്സിക്കാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കൃത്യമായിട്ടുള്ള
കൃത്യമായിട്ടുള്ള ഒരു മാനസിക പരിഗണന ഇവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വലിയ ലഹരിക്ക് അടിമകളായി മാറുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മാനസിക നിലയടക്കം പരിശോധിച്ച് അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കും ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാക്കും. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സമൂഹത്തിലുള്ള ഒരു നിലയും വിലയും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് ഇത് പുറത്തു പറയാതെ അവർ സ്വയം അതിനെ വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ ശകാരിച്ചുകൊണ്ടും അതിനെ തിരുത്തുമെന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളുണ്ട്. എന്നാൽ അത്തരത്തിലല്ല, കൃത്യമായിട്ടുള്ള ചികിത്സ ഈ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലെല്ലാം കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഈ പറയുന്ന വിമുക്തി യോദ്ധാവ് അടക്കമുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട്. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട്. ഈ പദ്ധതികളെല്ലാം തന്നെ നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ ഈ രാസലഹരിയായിട്ടുള്ള MDMA അടക്കമുള്ളവയുടെ വ്യാപനം അത്രത്തോളം വർദ്ധിക്കുന്നത്. ഈ കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ വാർത്തകളൊക്കെ ചെയ്യുമ്പോൾ 50 ഗ്രാമോ അല്ലെങ്കിൽ 10 ഗ്രാമോ MDMA 5 ഗ്രാം MDMA ഒക്കെ ആളുകളിൽ നിന്നും കണ്ടെടുത്തതടക്കമുള്ള വാർത്തകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ തന്നെ 100 ഗ്രാമിന് മുകളിൽ MDMA കൈവശപ്പെടുത്തിയ ആളുകളെ പിടിച്ചത് അല്ലെങ്കിൽ ആളുകളിൽ നിന്നും 100 ഗ്രാമിന് മുകളിൽ MDMA പിടിച്ചെടുക്കുന്ന വാർത്തകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ അത്രത്തോളം ഈ ആളുകൾ, അതായത് ഈ പിടിക്കുന്ന ആളുകളെല്ലാം തന്നെ ചിലപ്പോൾ ഏജന്റുകളായിരിക്കും. അപ്പോൾ അത്രത്തോളം ആവശ്യക്കാർ ഉള്ളത് കൊണ്ടായിരിക്കാം അത്രത്തോളം അളവിൽ ഈ രാസലഹരികൾ ഈ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത്രത്തോളം ഈ ആളുകളിൽ, യുവാക്കളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ രാസലഹരി പടർന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സത്യം. അതിൽ പല തരത്തിലാണ് ഇത് ആളുകൾ ഉപയോഗിക്കുന്നത്. വീടിന് തൊട്ടടുത്ത് ഉള്ള ആളുകളായിരിക്കും, അവർ സംഘം ചേർന്ന് മറ്റൊരു സ്ഥലത്ത് പോയിരുന്നു ഉപയോഗിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് താമരശ്ശേരിയിൽ ചുരമിറങ്ങി വരികയായിരുന്ന ഒരു താർ ജീപ്പ്. ആ ജീപ്പ് വളവിൽ നിന്നും മറിഞ്ഞ് കൊക്കയിലേക്ക് വീഴുന്നു. അവിടെ നിന്ന് ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നു. പിന്നീട് പോലീസ് ഈ വാഹനം പരിശോധിക്കുമ്പോഴാണ് വാഹനത്തിനകത്ത് നിന്നും MDMA കണ്ടെത്തുന്നു. ഇവരുടെ വീട് ഈ അപകടം നടന്നതിന് 2 കിലോമീറ്റർ മാത്രം ദൂരെയാണ് ഇവരുടെ വീട്, ഈ വാഹനത്തിലുണ്ടായിരുന്ന 2 പേരുടെയും വീട്. അവർ അവിടെ നിന്നും ഒരു 3 കിലോമീറ്റർ മാത്രം മാറിയുള്ള ഒരു റിസോർട്ടിൽ റൂം എടുത്ത് അവിടെ നിന്നും ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് തിരിച്ചു വരുന്ന വഴിയിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത്. അങ്ങനെ വലിയ രീതിയിൽ ഈ ലഹരി വ്യാപനം നഗര പരിധികളില്ലാതെ വ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടതാണ്. ഈ സഹിൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ ഈ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് അടക്കം ഇത് വ്യാപിച്ചിട്ടുണ്ട്. അതിന് പുതുതായിട്ടുള്ള പല വഴികളും കണ്ടെത്തുന്നു. പ്രത്യേകിച്ചും ഈ സമൂഹ മാധ്യമങ്ങൾ, ട്രാക്ക് ചെയ്യപ്പെടാത്ത സമൂഹ മാധ്യമങ്ങളുണ്ട്. ഈ ടെലഗ്രാം അടക്കമുള്ള ആപ്പുകളിൽ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻസ് കണ്ടെത്താൻ സാധിക്കില്ല എന്നടക്കമുള്ളതുണ്ട്. അങ്ങനെ ആ രീതിയിൽ പലതരത്തിലും ട്രാക്ക് ചെയ്യപ്പെടില്ല എന്നുറപ്പുള്ളത് കൊണ്ടും പിടിക്കപ്പെടില്ല എന്നുറപ്പുള്ള രീതിയിൽ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ഈ രാസലഹരിയുടെ വ്യാപനം വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിലെല്ലാം കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ രാസലഹരി ഈ വിദ്യാർത്ഥികളുടെ നമ്മൾ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് വലിയ തരത്തിലുള്ള ലഹരി വേട്ട എന്നുള്ള എല്ലാ ദിവസവും അത്തരം വാർത്തകൾ നിരവധിയായി വരുന്നുണ്ട്. പ്രത്യേകിച്ചും ബെൻസൺ സൂചിപ്പിച്ചതുപോലെ ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വയനാട് താമരശ്ശേരി ചുരം വഴി വരുന്നു. അതിന് പ്രത്യേക ഹബ്ബുകൾ അവിടെ അതിനെ സ്വീകരിക്കാൻ വേണ്ടി ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഏറെ ഞെട്ടിക്കുന്നതാണ്. ഒരുപാട് കുറ്റകൃത്യങ്ങളും ആ ഭാഗത്ത് ഈ ഒരു ലഹരിക്ക് അടിമയായ ആളുകൾ മുഖേന ഉണ്ടായി എന്നുള്ള വാർത്തകളും നമ്മൾ കണ്ടതാണ്, നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്.